ഞാൻ ഇവിടെ ഇരുന്ന കുഴപ്പമില്ല. ഹലോ, ഇതൊരു ഫണ്ണി ഗെയിമായിട്ട് വന്നിട്ടുള്ളത്. ബാക്കി നിങ്ങൾ പറഞ്ഞോളേ. പേര് ഞാൻ പറയാം. ഓരോരുത്തർ ഓരോ സെന്റൻസുകൾ പറയണം. ജഗദീഷിന്റെ ഇതുപോലെ കളിപ്പ്. ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്യാം. 1 2 3 ഗോ. ഹായ്. ഹലോ, അസ്സലാമലൈക്കും. ഹായ്. ഇന്ന് ഞങ്ങളൊരു ഫണ്ണി ഗെയിമായിട്ടാണ് വന്നിട്ടുള്ളത്. ഹൂ നോസ് ദി ബെറ്റർ. ആർക്കാരെയൊക്കെ എത്രത്തോളം അറിയാം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു നല്ലൊരു ഫണ്ണി ഗെയിമാണ്. അപ്പൊ നമ്മൾ ആ ഗെയിമിലോട്ട് കടക്കുകയാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ ഞാനൊരു പേപ്പറിൽ 4 പേര് ഇവിടെ എഴുതിയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് പോയിന്റ് ഒന്ന് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം എഴുതി വെച്ചതാണ്. അപ്പൊ നീ ഇതിലേക്ക് കിടക്കാം. ഓക്കെ, ആരാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ഫബി ക്വസ്റ്റ്യൻ. ഞാൻ തുടങ്ങാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ്. ആദ്യം ഞാൻ എഴുതട്ടെ. എനിക്ക് എല്ലാ ഫുഡും ഇഷ്ടമല്ലേ? എല്ലാ ഫുഡിനോട് കവിത ഭയങ്കര ഫുഡിയാണ്. ഉണ്ടാക്കാനും അതെ, സെയിം ടൈം ഭയങ്കര ഫുഡിയാണ് അല്ലേ? ഇത് എഴുതുന്നില്ല. ഞാൻ എഴുതിയില്ല കേട്ടോ. ഞാൻ എഴുതട്ടെ. ഞാൻ എഴുതിയിട്ടുണ്ട്. ഫബിക്ക് മുന്നേ ഞാൻ എഴുതി. യെസ്, എന്റെ വിശ്വാസം തകർക്കരുത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ പെണ്ണ് തെളിയുന്നത്. വേറെ പെണ്ണ് വേണം. സോറി, ശീലമാണ്. പണ്ട് കോളേജിലെ എക്സാം ഓർമ്മയതാണ്. പക്ഷെ കോപ്പി അടിക്കാൻ പേടിയാണ്. ഓക്കെ, നീ കാണിച്ചു. നല്ലോണം ഒന്നിച്ച് കാണിക്കണോ വേണ്ടതില്? ഫബി കാണിക്കണം. ആദ്യം ഫബി കാണിക്കും. ഇതില് കാണുമെന്ന് അറിയില്ല. ഫ്രൈഡ് റൈസ്. ശരി, ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ്. കാരണം ഞങ്ങൾ ഇപ്പൊ കുറച്ചും ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ശരിയാണ്, സ്വീറ്റ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. അത് ശരി തന്നെയാണ്. അപ്പൊ ജാസ്മിൻ ഓക്കെ ഓക്കെ. ഇനി അടുത്ത ഞാനൊക്കെ എന്റെ ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഫേവറേറ്റ് ഡെസേർട്ട്. അതിന്റെ ബാക്കിൽ എഴുതാലോ. എനിക്ക് എല്ലാ ഡെസേർട്ടും ഫേവറേറ്റ്. രണ്ടും കൂടെ ചേർത്തിട്ട് ഞാൻ എഴുതി. എപ്പോഴും ഞാനാണല്ലോ ഫസ്റ്റ് പഠിപ്പ് സ്റ്റോപ്പ് ഇട്ടു. കഴിഞ്ഞു എല്ലാരും? ഇല്ല, നോക്കുന്നുണ്ട്. നീ എസ് ആണ് എഴുതുന്നത്. പൊടി എന്തൊക്കെയോ ഞാൻ എഴുതി കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു എല്ലാരും കറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാൻ എഴുതിയ ചോക്ലേറ്റ് ചീസ് കേക്ക്. ചോക്ലേറ്റ് ചീസ് കേക്ക്. ചോക്ലേറ്റ് മൂസ്. ചോക്ലേറ്റ് എനിക്ക് മാത്രമേ പോയി ഫ്ലേവർ എഴുതിയിട്ടുള്ളൂ. നമ്മൾ എന്താ കറക്റ്റ് ചെയ്യുന്ന അതായിരുന്നു ഓപ്പോസിറ്റ്. അത് അപ്പൊ നിനക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് നീ എഴുതിയില്ലേ? നിനക്ക് എല്ലാം അങ്ങനെ എന്റെ ഒരു കമന്റ്സും ഇല്ല. എനിക്ക് മാത്രമേ പോയിട്ടുള്ളൂ. ഞാൻ എടുത്താള് അത് എനിക്കൊരു പോയിന്റ് കിട്ടി. ഇനി ആരാ? റജി. ഈ ഗെയിം നിങ്ങളെല്ലാം കളിച്ചു തരുന്നുണ്ട്. നല്ല ഫണ്ണി ഗെയിമാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. പോയിന്റ് കിട്ടുമ്പോ കൂടുതൽ ഫണ്ണിയാണ്. ക്വസ്റ്റ്യൻ അല്ലേ? തുടങ്ങുന്നല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. മൈ ഫേവറേറ്റ് ആക്ടർ. ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ. ഔട്ട് ഓഫ് സിലബസ് ആണ്. മലയാളം, ഹിന്ദി അങ്ങനെ ഉണ്ടോ? അങ്ങനൊന്നുമില്ല. മലയാളം ലാംഗ്വേജ് ആണല്ലോ. അങ്ങനെയല്ല, അത് പറയാം. മലയാളി അല്ല, നമുക്ക് മലയാളി ആയിരിക്കും. ഇന്റർനാഷണൽ അത് പറയും. മലയാളമാണോ ഹിന്ദിയാണോ ഏതാണെന്ന് അത് പറയണം. ഓക്കെ, മലയാളം. ഞാൻ കഴിക്കും. എന്നാ क्या पता
ഏതാ ആൻസർ? ഫഹദ് ഫാസിൽ. ഓ മമ്മൂട്ടി. നിങ്ങൾ എന്റെ കോപ്പി അടിച്ചതാണോ? ആകെ എനിക്ക് മമ്മൂട്ടിനെ മോഹൻലാലിനെ ഓർമ്മയില്ല. ടൊവിനോ ഏതാന്ന് വെച്ചാ പിന്നെ നമ്മള് കൊല്ലല്ലേ മമ്മൂട്ടി ടൊവിനോ fans ഞാനും ആയിരിക്കും. വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആ. കൊല്ലത്ത് മമ്മൂട്ടി ഫാൻസ് അങ്ങനൊന്നുമില്ല. അപ്പൊ എനിക്ക് അപ്പൊ ലീഡ് നിൽക്കുന്നത് ആരാണ്? ഷംല. പറയൂ. ഷംല. അപ്പൊ അടുത്ത ഞാൻ. അമ്മ ഇവിടെ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. Start ചെയ്തോ. എന്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ. സ്വിറ്റ്സർലാൻഡ് മണാലി എഴുതിയത്. നീ ബീച്ച്. ഓക്കെ ഓക്കെ ബീച്ച് ഒക്കെ ഇഷ്ടമല്ലേ? ഇഷ്ടമാണ്. പക്ഷെ പോവാൻ നീ മണാലി പറഞ്ഞിട്ടില്ലേ എന്നോട് ഒരു വട്ടം ഇഷ്ടമാണ്. ഇഷ്ടമാണ്. നീ എന്താ കവിത? അപ്പൊ ഇനി എന്റത് എന്റെ ഫേവറേറ്റ് കളർ. ഫേവറേറ്റ് കളർ ഉണ്ടോ ഫബി? ഓക്കെ റിവീൽ ചെയ്തോളൂ. ഞാൻ ഇതില്ല. ഷോളിന്റെ ഫേവറേറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല അങ്ങനെയല്ല. മൊത്തത്തില് ഓക്കെ ഏതാ ഫേവറേറ്റ് കളർ? എഴുതിയാ മെറൂൺ. ഞാൻ ബ്ലാക്ക്. ബ്ലൂ. ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഫേവറേറ്റ് കളർ. ആ ക്ലാസ്സിൽ ഓക്കെ ഞാനല്ലേ? മൈ ഫേവറേറ്റ് ഹോബി. സോറി. നല്ല കോൺഫിഡൻസ് അല്ല. ഇവിടെ ഇത് ആൻസർ വേറെ നമ്മൾ എപ്പോ വിളിച്ചാലും റജി ഉറങ്ങി. ഞാൻ എല്ലാവർക്കും ഒരു പോയിന്റ്. കണ്ടോ ആ നന്ദി എപ്പോഴും വേണം. ഫാബിക്ക് റെഡി. ശരിയാ നമ്മൾ നോക്കട്ടെ. എന്നാലും ഷംലയല്ലേ? അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണേ. ഫേവറേറ്റ് ആക്ട്രസ് എന്റെ മലയാളം മലയാളം. യൂട്യൂബിൽ ഞാനും ജസ്റ്റ് ഗസ് ചെയ്യാം. സുന്ദരി നദിയാണ്. എനിക്കും അറിയില്ല കേട്ടോ. നീ ഒരു വട്ടം പോലും പറഞ്ഞിട്ടില്ല. ഞാനും പറഞ്ഞിട്ടില്ലല്ലോ. ആക്ടറിനെ പറഞ്ഞിട്ടുണ്ട്, നടനെ പറഞ്ഞിട്ടുണ്ടല്ലേ? മലയാളിയാ? മലയാളം കഴിഞ്ഞോ? ഒരു മിനിറ്റ്. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിപ്പോയി എല്ലാവർക്കും. നീ കഴിഞ്ഞല്ലോ. എനിക്കത് പേരറിയില്ല. ഒന്നും അറിയാത്തവരെല്ലാം അറിയാം. പെട്ടെന്ന് ഇരുന്ന് കേട്ടിട്ടില്ല. എന്തെത്ര ആലോചിക്കുക? ഏതെങ്കിലും എഴുതടി. ഞാൻ എഴുതി. ഞാൻ പറയാം. ഓക്കെ ഇപ്പൊ ഒരു പാട്ടില്ലേ? ഞാൻ ആൻസർ പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു പാട്ടില്ലേ?
ആ വെച്ച് പേര് തെളിയാത്തോണ്ട് ഇപ്പൊ ഫേമസ് പാട്ടുണ്ടായില്ലേ, ഒരു സൂഫി സോങ് ഒക്കെ ആയിട്ടുള്ള. അത് മലയാളിയല്ല. അല്ലല്ലേ? അതിഥിരാജ്. ആ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമെന്ന് പറയുന്നത്. ഞാൻ എന്റെ ആൻസർ നിത്യ മേനോനാണ്. ഞാൻ എഴുതിയിട്ടില്ല, എനിക്കറിയായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ആരും കറക്റ്റ് ആയിട്ട് പറഞ്ഞില്ല. എന്റെ നിത്യ മേനോനായിരുന്നു ഫേവറേറ്റ് ആക്ട്രസ്. പട്ട ശംഭര ചാൻസ. ഓക്കെ, അടുത്തത് ഞാനാണ്. എന്റെ ഫേവറേറ്റ് ഡെസേർട്ട്. ഡെസേർട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വരെ അറിയില്ല. എന്നോട് പറഞ്ഞിട്ടുണ്ട്, സോ യു മസ്റ്റ് ട്രൈ ദാറ്റ്. ഞാൻ ഇവിടെ എല്ലാം കഴിക്കും. എനിക്കറിയില്ല. പപ്പ ആ ടൈമിൽ അവളെ ഫേവറേറ്റ് ആയിരിക്കും. ഡെസേർട്ട് ഒരുവിധം എന്റെ ഫേവറേറ്റ് തന്നെയാണ്. എനിക്കറിയില്ല, ഞാൻ എന്തെങ്കിലും എഴുതാം. ഓക്കെ, റിവീൽ ചെയ്തു. ഡംപ്ലിംഗ് അല്ലേ ഇവൾക്ക് ബട്ടർ സ്കോച്ച് ഒക്കെ ഇഷ്ടമാണ്. എത്രയോ പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡംപ്ലിംഗ് ഇഷ്ടം. പക്ഷെ നമ്മുടെ വീഡിയോ എടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പറഞ്ഞു വെച്ചാൽ പുനഃ ഡംപ്ലിംഗ് സ്റ്റാൻഡേർഡ് പറഞ്ഞു ഡംപ്ലിംഗ് ഇഷ്ടമാണ്. എല്ലാം അപ്പൊ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞു. അപ്പൊ എനിക്ക് പോയിന്റ്സ് കിട്ടിയത്. ജാസ്മിയും ഷംലയും ലീഡ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ബാക്കിയുള്ള മത്സരം അപ്പൊ ഇനി ഞാനാണ് ചോദിക്കുന്നത് എന്റെ സിസ്റ്ററിന്റെ പേര്. ഞാൻ എപ്പോഴും ഇവിടെ എന്റെ സിസ്റ്ററിനെ കുറിച്ച് പറയാറുള്ളതാണ്, അതുകൊണ്ട് പേരും പറഞ്ഞിട്ടുണ്ട്. അതാണ് എന്റെ സിസ്റ്ററിന്റെ പേര്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. റിവീൽ ചെയ്യുന്ന സിസ്റ്ററിന്റെ പേര് റബീബ. റബീബ. ഞാൻ സ്വീറ്റി സ്വീറ്റി വിളിക്കുമല്ലോ. ഷംല ഞാൻ വിളിക്കണ പേര് വരെ എഴുതിയിട്ടുണ്ട്. റബ്ബൂന്ന് അവളോട് പറഞ്ഞിട്ട് എപ്പോഴും അറിയാം. ഞാൻ ഇത്താന്റെ സ്വീറ്റി ഇത്താൻ ഞാൻ പറയുന്നത്. അപ്പൊ ഇത്താക്ക് സ്വീറ്റി പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, അത് ഷെജിനോട്ട് നമ്മുടെ അത് വേറെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റജി. എന്റെ കറക്റ്റ് പ്ലേസ് ഡിസ്ട്രിക്റ്റ് അല്ല കേട്ടോ, എനിക്ക് എന്റെ ഡിസ്ട്രിക്റ്റ് അല്ല, എന്റെ കറക്റ്റ് പ്ലേസ് ഇല്ലെങ്കിൽ ഒരു നമ്മൾ പറയുന്നത് സ്ഥലം. എനിക്ക് കറക്റ്റ് കിട്ടും. എനിക്ക് എന്റെ സ്ഥലത്ത് അപ്പുറത്ത് പോയാൽ എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ഗസ്സാണ്. ഓക്കെ, റിവീൽ ചെയ്തു റജി. കാവുണ്ടല്ലോ എന്തോ പേരല്ലേ, കരുനാഗപ്പള്ളി. അതന്നെ, ഞാൻ കായം കൂടെ എഴുതിയിട്ടുണ്ട്. ഞാൻ പള്ളി കൊണ്ട് നിന്നിട്ടുണ്ടല്ലോ, സ്ഥലത്ത് പള്ളി ഉണ്ടാവുമല്ലോ. നീയാണല്ലേ? അപ്പൊ ആർക്കും കിട്ടിയിട്ടില്ല പോയി. സർക്കിളാണ്. അല്ല, എന്റെ ആന്റി ശരിക്കും എനിക്ക് തരേണ്ടതാണ്. പിന്നെ എനിക്ക് കിട്ടുമല്ലോ. അങ്ങനെ എന്റെ ഉണ്ട്. ഇനി അടുത്ത എന്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഒരു ഫേവറേറ്റ് ആക്സസറീസ്. എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമല്ല, നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. നമുക്ക് നോക്കാം.
പറ്റി പറയുന്ന ആൾക്കാരില്ല. ഓക്കെ ഒരെണ്ണോ ഇയാള് രണ്ടെണ്ണോ ഏത് കഴിഞ്ഞല്ലേ ബാക്കി? ഓക്കെ എന്റെ റിംഗ് ആണ് നിങ്ങൾക്ക് mark കൊടുക്കാൻ പറ്റൂലേ? ഷംല. എന്റെ കോപ്പീസ് റെജി. ഇപ്പൊ ഞാനും റെജിയും ടൈ ആന്ന് തോന്നുന്നു അല്ലെ? അല്ല റെജിയും ഫബീത്തയും ടൈ ആണ്. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷംല. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഷംല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആക്കാം. ഓക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നേരത്തെ രണ്ട് നിങ്ങൾ പറഞ്ഞില്ലല്ലോ. എന്റെ മോന്റെ ഫുൾ നെയിം. ഓക്കെ അത് ഈ കഴിഞ്ഞിട്ട് തന്നോ എന്ന് പാസ്പോർട്ട് നെയിം ആണോ? അല്ലടി ആധാർ കാർഡ്. ആധാർ നമ്പർ ചോദിക്കായിരുന്നല്ലേ അടുത്തത്? നീ എന്നോട് ഒരു വട്ടം പറഞ്ഞിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടില്ല. ആദം മെഹ്സാൻ എന്നാണോ? ആദം മെഹ്സാൻ എന്നാണ് ഫുൾ നെയിം. ഞാൻ എഴുതിയത് ആദം മുഹമ്മദ് അഫ്സൽ. ഞാൻ എഴുതിയത് ആദം ബിൻ അസ്ലം. അതുകൊണ്ട് ശമ്പളത്തിനൊരു ഫ്രൈഡ് റൈസ് വാങ്ങി കൊടുത്തിട്ടുണ്ട്. അതെ. ഫ്രൈഡ് റൈസ് ബിരിയാണി എല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. Till then, bye. ഒരു കാര്യം പറഞ്ഞില്ല. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ഇപ്പൊ 1 month ആയിട്ട് 500 സബ്സ്ക്രൈബേഴ്സ് ആയി ഞങ്ങൾക്ക്. ശരിക്കും താങ്ക് യു സോ മച്ച്. അതന്നെ. പിന്നെന്താ പിന്നെ ഇതുവരെ നമ്മുടെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്ത എല്ലാവർക്കും വീഡിയോ ഇട്ടൊരു 1 minute ആകുമ്പോഴത്തേക്ക് 2 ഡിസ്ലൈക്ക് വരും. എല്ലാ വീഡിയോ വരാറുണ്ട്. അവര് വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണോ അറിയില്ല. ഫുള്ള് കണ്ടിട്ടാണോ അറിയില്ല. എല്ലാ വീഡിയോക്കും 2 ഡിസ്ലൈക്ക് വരാറുണ്ട്. അവർക്കും പ്രത്യേകം താങ്ക് യു. ബൈ.